ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുറച്ച് നാളായില്ലേ നമ്മൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് കുറച്ച് തിരക്കായിരുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പുതിയൊരു വീഡിയോ ആയിട്ടാണ്. നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് സെൻറ്റൻസുകൾ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയാമെന്നുള്ളതുമായിട്ടാണ്. സോ ഇതുപോലത്തെ വീഡിയോസിനായിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. ഇങ്ങനത്തെ സെൻറ്റൻസുകൾ പഠിച്ചാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു സെൻറ്റൻസ് കേൾക്കുമ്പോൾ അത് ഇന്നതാണ്, ഇങ്ങനെയാണ് അത് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുക എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഡെയിലി ലൈഫിൽ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ എപ്പോഴും നമ്മൾ പറയാറുണ്ട് അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് നമ്മൾ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കേണ്ട സെൻറ്റൻസ്. അപ്പോൾ ഇന്നത്തെ നമ്മൾ ഡെയിലി ലൈഫ് സെൻറ്റൻസ് എന്താ നോക്കിക്കേ. ഞാൻ ഉറങ്ങാൻ പോകുന്നു, ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോകുന്നു, സിനിമ ആരംഭിക്കാൻ പോകുന്നു, അവൻ വീഴാൻ പോകുന്നു. അപ്പോൾ നമ്മൾ കൊളോക്കിയലി പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ ആവില്ല പറയുക. ഓരോ ഡിസ്ട്രിക്റ്റിലും നമ്മൾ സ്ലാങ്ങിൽ വ്യത്യാസമുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ ഉറങ്ങാൻ പോവുകയാണ്, ഞാൻ ഭക്ഷണം കഴിക്കാൻ പോവുകയാണ്, ഇങ്ങനെ ആവില്ലേ നമ്മൾ പറയാം. സെൻറ്റൻസ് വ്യക്തമായിട്ട് കൊടുത്തതെന്ന് മാത്രം കേട്ടോ. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം. അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും ഇതെങ്ങനെയാണ് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുക എന്നുള്ളത് കേട്ടോ. അതുപോലെ നമ്മൾ എന്തൊരു കാര്യം പഠിക്കുമ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിനായിട്ട് ചെറിയൊരു സ്ട്രക്ചറും കാര്യങ്ങളും ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഇത്തരം സെൻറ്റൻസുകളൊക്കെ കാണുമ്പോൾ, ഇത്തരം സെൻറ്റൻസുകൾ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലോട്ട് വരേണ്ടത് എന്താ, എബൌട്ട് ടു എന്ന വേർഡാണ്. ഇപ്പോൾ നമ്മൾ മുന്നേ കൊടുത്ത എക്സാമ്പിൾ ഒന്ന് ശ്രദ്ധിച്ചില്ലേ, ഞാൻ ഭക്ഷണം കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനർത്ഥം എന്താ, ഞാൻ ഉടനെ ഭക്ഷണം കഴിക്കാൻ പോകും എന്നാണല്ലേ. അപ്പോൾ അങ്ങനെ ഉടനെ ചെയ്യുന്ന കാര്യത്തിനാണ് കേട്ടോ നമ്മൾ എബൌട്ട് ടു യൂസ് ചെയ്യുക. എബൌട്ട് ടുവിൻ്റെ മീനിങ് എന്താ, വെരി സൂൺ, അല്ലെങ്കിൽ ഉടനെ, ഇപ്പോഴേ ചെയ്യും എന്നൊരർത്ഥമാണ് കേട്ടോ. അപ്പോൾ ചിലർക്കെങ്കിലും ഒരു ഡൗട്ട് തോന്നിയേക്കാം, ഗോയിങ് ടു എന്ന വേർഡ് നമുക്കിതിൽ യൂസ് ചെയ്തുകൂടെ. ഗോയിങ് ടു എന്നത് നമുക്കിത് യൂസ് ചെയ്യാം, പക്ഷേ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് കേട്ടോ എബൌട്ട് ടു ഗോയിങ് ടു തമ്മിൽ. അതെന്താണെന്ന് നോക്കാം. ഞാൻ ഓൾറെഡി പറഞ്ഞു, എബൌട്ട് ടു പറഞ്ഞാൽ എന്താ, വെരി സൂൺ, ഇപ്പോഴേ ഉടൻ ചെയ്യാൻ പോകുന്ന കാര്യത്തിനാണ് നമ്മൾ എബൌട്ട് ടു പറയുക. ഗോയിങ് ടു എന്താ, നമ്മൾ ഭാവിയിൽ പിന്നീട് എപ്പോഴെങ്കിലും ചെയ്യുന്നത് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഡിഫറൻസ് മനസ്സിലാക്കുക. ഇപ്പം തന്നെ ചെയ്യുന്ന കാര്യത്തിന് നമുക്ക് എബൌട്ട് ടു യൂസ് ചെയ്യാം. കുറച്ച് കഴിഞ്ഞ് പിന്നീട് ചെയ്യുന്ന കാര്യത്തിന് നമുക്ക് യൂസ് ചെയ്യാം, ഗോയിങ് ടു എന്നത് യൂസ് ചെയ്യാം. പക്ഷേ ഈ വീഡിയോയിൽ ഞാൻ പെട്ടെന്ന് ഇപ്പോഴേ ചെയ്യുന്ന കാര്യത്തിനെ കുറിച്ചിട്ടാണ് കേട്ടോ പറയണത്. ഞാൻ ഓൾറെഡി പറഞ്ഞു നമ്മൾ എന്ത് കാര്യം പഠിക്കുമ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ പഠിക്കണമെന്ന്. അപ്പോൾ ഇതിൻ്റെ ഒരു സ്ട്രക്ചർ നോക്കുക. സ്ട്രക്ചർ കണ്ടിട്ടൊന്നും യാതൊരു ടെൻഷനും വേണ്ട കേട്ടോ. സ്ട്രക്ചറൊന്നും നമ്മൾ യൂസ് ചെയ്യാറില്ല. പക്ഷേ നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്, സ്ട്രക്ചർ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നോക്കിക്കേ, സബ്ജക്റ്റ് പ്ലസ് ആം, ഈസ്, ആർ പ്ലസ് എബൌട്ട് ടു പ്ലസ് വെർബ്. സബ്ജക്റ്റ് എന്തൊക്കെ വരാം, ഐ, യു, ദേ, വി, ഹി, ഷീറ്റ്. അതൊക്കെ എന്താണ്, അവൻ, അവൾ, ഞാൻ, അങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ. ഞാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ ഐ യൂസ് ചെയ്യുക, അവനാണെങ്കിൽ ഹി യൂസ് ചെയ്യുക. അതാണ് കേട്ടോ സബ്ജക്റ്റ്. അതിനുശേഷം ആം, ഈസ്, ആർ. ഐൻ്റെ കൂടെ മാത്രമേ ആം വരുള്ളൂ. സിംഗുലർ വെർബായിട്ടുള്ള ഹി, ഷീ, ഇറ്റിൻ്റെ കൂടെയാണ് എന്ത് വരിക, ഈസ് വരിക. അതുപോലെ യു, ദേവിയുടെ കൂടെയാണ് എന്ത് വരിക, ആറ് വരിക. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് യൂസ് ചെയ്യുക. പിന്നെ നമ്മൾ എബൌട്ട് ടു ചേർക്കുക. പിന്നെ വേർബ് എന്താണോ ആക്ഷൻ അത് കൊടുക്കുക. ആക്ഷൻ എന്തായിരിക്കും, നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോവുകയാണെങ്കിൽ അതാണ് അവിടുത്തെ ആക്ഷൻ. സിനിമയ്ക്ക് പോവുകയാണെങ്കിൽ ആ സിനിമയ്ക്ക് പോകുന്നതാണ് ആക്ഷൻ അല്ലേ. ഇനി നമുക്ക് പാസ്റ്റിൽ കഴിഞ്ഞു പോയ കാര്യങ്ങൾ ഈ എബൌട്ട് ടു വെച്ചിട്ട് എങ്ങനെയാണ് പറയാൻ നോക്കാം. ഇതൊന്നും കണ്ടിട്ട് ടെൻഷനാവേ വേണ്ട കേട്ടോ. പാസ്റ്റ് എന്താ, കഴിഞ്ഞ് പോയതാണല്ലേ. ഞാൻ പോകുമായിരുന്നു, ഞാൻ ചെയ്യുകയായിരുന്നു, ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് വരില്ലേ നമ്മളെ സെൻറ്റൻസിൽ. അതൊക്കെ കഴിഞ്ഞു പോയതാണ്. അപ്പോൾ അതെങ്ങനെ നോക്കുക, സബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വേർ പ്ലസ് എബൌട്ട് ടു പ്ലസ് വെർബ്. ഇതൊന്നും കണ്ടിട്ട് ടെൻഷനാവേ വേണ്ട. വാസ് ആൻഡ് വേർ എന്താ, ആയിരുന്നു എന്നുള്ള മീനിങ് ആണ്. അത് പാസ്റ്റിലാണ് യൂസ് ചെയ്യുക. ആമീസാറിൻ്റെ പാസ്റ്റ് ആണെങ്കിൽ ആമീസാറിൻ്റെ പകരം എന്ത് യൂസ് ചെയ്യുക, വാസ് ഓർ വേർ യൂസ് ചെയ്യുക. വാസ് വരുന്നത് ഹി, ഷീറ്റിൻ്റെ കൂടെയും വേർ വരുന്നത് യു, ദേവിയുടെ കൂടെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എക്സാമ്പിൾസ് വെച്ച് പഠിക്കുമ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലാവും. ഫസ്റ്റത്തെ എക്സാമ്പിൾ നോക്കിക്കേ, ഞങ്ങൾ തുടങ്ങാൻ പോകുന്നു. ഇപ്പോഴേ അത് തുടങ്ങാൻ പോവുകയാണല്ലേ. നമ്മൾ കൊളോക്കിയൽ പറയും ഞങ്ങളിപ്പോൾ തുടങ്ങാൻ പോവുകയാണെന്ന് പറയും അല്ലേ. അതെങ്ങനെ പറയാം, വി ആർ എബൌട്ട് ടു സ്റ്റാർട്ട്. സബ്ജക്റ്റ് ആൻഡ് വെർബിനെ കുറിച്ചിട്ടുള്ള വീഡിയോസ് വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ, ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യണമായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലൊക്കെ ഒന്ന് സജഷൻസ് ആയിട്ട് അറിയിക്കേട്ടോ. വി ആർ എബൌട്ട് ടു സ്റ്റാർട്ട് എന്ന് വി എന്നുള്ളത് സബ്ജക്റ്റ്. പിന്നെ നമ്മൾ വീൻ്റെ കൂടെ എന്തായിരിക്കും യൂസ് ചെയ്യുക, ആറായിരിക്കും യൂസ് ചെയ്യുക. പിന്നെ എബൌട്ട് ടു എന്നുള്ള വേർഡ്, പിന്നെ സ്റ്റാർട്ട് എന്താണ്, ആക്ഷൻ. നമ്മൾ സ്ട്രക്ചർ ശ്രദ്ധിക്കട്ടോ. അതുപോലെ എൻ്റെ ഫോൺ ഓഫ് ആകാൻ പോകുന്നു. നമ്മളെപ്പോഴും പറയാറുണ്ടല്ലേ, എൻ്റെ ഫോൺ ഇപ്പോൾ ഓഫ് ആകും. അതെങ്ങനെയാണ് പറയുക, മൈ ഫോൺ ഈസ് എബൌട്ട് ടു ഡൈ. അതുപോലെ അടുത്ത എക്സാമ്പിൾ നോക്കിക്കേ, മഴ പെയ്യാൻ പോകുന്നു. മഴ ഇപ്പോൾ പെയ്യും എന്നൊക്കെ പറയൂലേ. എങ്ങനെ പറയാ, ഇറ്റ് ഈസ് എബൌട്ട് ടു റെയിൻ, ഇറ്റ്സ് എബൌട്ട് ടു
റെയിൻ എന്ന് നമുക്ക് പറയാം. ബസ് വരാൻ പോകുന്നു, ബസ് ഇപ്പോൾ വരും എന്നൊക്കെയാണ് നമ്മൾ കൊളോക്കിയലിൽ പറയാം. അതാദ്യം മനസ്സിലാക്കുക കേട്ടോ. ദ ബസ് ഈസ് എബൌട്ട് ടു അറൈവ്. അറൈവ് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ എത്തും എന്നൊരു മീനിങ് ആണ് കേട്ടോ. ഇതിലെ സബ്ജക്റ്റ് എന്താ? ദ ബസ് എന്നാണുള്ളതാണ് സബ്ജക്റ്റ്. ഈസ് വന്നു, എബൌട്ട് ടു വന്നു, അറൈവ് ആക്ഷൻ വന്നു. ഇനി അടുത്ത എക്സാം നോക്കിക്കേ. ഞാൻ നിന്നെ വിളിക്കാൻ പോകുകയായിരുന്നു. ഞാൻ എന്നെ വിളിക്കാൻ പോവുമായിരുന്നു, അത് കഴിഞ്ഞ് പോയതാണ് അല്ലേ. ആയിരുന്നു വന്നു അല്ലേ. അപ്പോൾ ആയിരുന്നു വന്നാൽ എന്താണ് യൂസ് ചെയ്യുക? വാസ് അല്ലെങ്കിൽ വേർ. അപ്പോൾ സബ്ജക്റ്റ് നോക്കിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുക? വാസ് ഓർ വേർ ആണോ എന്ന് യൂസ് ചെയ്യുക. ഐ, ഹി, ഷീ ഇറ്റിൻ്റെ കൂടെ എന്ത് യൂസ് ചെയ്യുക? വാസ് യൂസ് ചെയ്യുക. യു, ദേ, വീൻ്റെ കൂടെ എന്ത് യൂസ് ചെയ്യുക? വേർ യൂസ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റത്തെ എക്സാമ്പിൾ, ഞാൻ നിന്നെ വിളിക്കാൻ പോകുകയായിരുന്നു. ഐ വാസ് എബൌട്ട് ടു കോൾ യു. അതുപോലെ അവൻ ഉറങ്ങാൻ പോകുകയായിരുന്നു. ഹി വാസ് എബൌട്ട് ടു സ്ലീപ്പ്. മനസ്സിലായിട്ടില്ലെങ്കിൽ വീഡിയോ റിവേഴ്സ് ചെയ്തിട്ടൊന്ന് കാണാം കേട്ടോ. മനസ്സിലാക്കിയെടുക്കുക. വളരെ സിമ്പിളാണ് കേട്ടോ. അപ്പോൾ ഈ എക്സാം നോക്കിക്കേ. അവൻ അത് വാങ്ങാൻ പോകുകയായിരുന്നു. അവൻ അത് വാങ്ങാൻ പോവുമായിരുന്നു, അങ്ങനെയാണ് നമ്മൾ കൊളോക്കിയലിൽ പറയുക അല്ലേ. ഹി വാസ് എബൌട്ട് ടു ബൈ ഇറ്റ്. അവൻ വാതിൽ തുറക്കാൻ പോകുകയായിരുന്നു. ഹി വാസ് എബൌട്ട് ടു ഓപ്പൺ ദ ഡോർ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിലൊക്കെ അറിയിക്കട്ടോ. ഞാനിവിടെ 4 സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഇംഗ്ലീഷിലോട്ട് ആക്കാൻ ശ്രമിക്കട്ടെ. നിങ്ങൾക്ക് മനസ്സിലായി എന്നുള്ളത് അറിയണമല്ലോ. അതുപോലെ എബൌട്ട് ടു, ഗോയിങ് ടു തമ്മിലുള്ള ഡിഫറൻസ് ഞാൻ ഓൾറെഡി പറഞ്ഞു. അതുപോലെ പാസ്റ്റ് സ്ട്രക്ചറും പ്രസൻറ്റ് സ്ട്രക്ചറും പറഞ്ഞു. നിങ്ങൾക്ക് ടെൻസിനെ കുറിച്ചിട്ടുള്ള വീഡിയോസൊക്കെ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. സോ ഇങ്ങനത്തെ സെൻറ്റൻസൊക്കെ നമ്മൾ ഡെയിലി ലൈഫിൽ എപ്പോഴും യൂസ് ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ ഇത്തരം സെൻറ്റൻസുകളൊക്കെ പറയുമ്പോൾ നമുക്കത് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. എബൌട്ട് ടു എന്നുള്ള വേർഡ് മനസ്സിലോട്ട് വരിക. ഗോയിങ് ടു യൂസ് ചെയ്യുക. പക്ഷേ ഡിഫറൻസ് ഞാൻ പറഞ്ഞു എന്താണെന്നുള്ളത്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് ഓരോ കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുമ്പോൾ എനിക്ക് ഇംഗ്ലീഷ് ഓട്ടോമാറ്റിക്കലി എന്താവും? ഇമ്പ്രൂവ് ആവും കേട്ടോ. സോ വീഡിയോ യൂസ്ഫുള്ളായി തോന്നിയെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.